സിറ്റുവേഷൻ വരുമ്പോ കൺജസ്റ്റഡ് ഏരിയ അല്ലേ? ആക്സിലേറ്റർ ഇടത്തെ കാലോട് ബ്രേക്ക് ഔട്ട് ഉണ്ടോ? പന്നി നിർത്ത് വണ്ടി. തേടിക്കിടണം, ഇത് കഴിഞ്ഞാൽ തേടിക്കിടണം. അമ്മയല്ല നീ ഇടണം. ആക്സിഡന്റ് കൊടുക്ക് കുതിര, കരിയും കുതിര. ആക്സിഡന്റ് കൊടുക്ക്, ക്ലച്ച് ചവിട്ടി തേടിക്കണി. നീ ചവിട്ടാ പിന്നെ അഫ്സാന്ന് ചവിട്ടാ കൊടുക്കണി. നിനക്ക് തേടിക്കണമെന്ന് വെച്ചാൽ ഇറങ്ങി പോടി വണ്ടി. തേടിക്കണ വണ്ടി ഇരിക്കും. വണ്ടി ന്യൂട്രലാണ്. വണ്ടി എവിടെയാണെന്നുള്ള വണ്ടി ഗ്രൗണ്ടിലാണ്, ന്യൂട്രലല്ല. ശ്വാസം കിട്ടാക്കാൻ തന്നെ നീ ഗുണകയിലെല്ലാം ഇറങ്ങി അവിടെ ഇരിക്കുവല്ലേ മല കൊടുക്കാം. ഞെക്കട്ടേന്നല്ല ഏട്ടാ, ഞാൻ ഫസ്റ്റ് എന്താ ചവിട്ടുണ്ട് പറഞ്ഞു. ഇന്നൊന്ന് ശ്രദ്ധിക്കും, ഞാൻ ഏട്ടനുള്ള ഒരു കോൺഫിഡൻസിലാണ്. നീ ക്ലാസ് ഉള്ളു താത്ത് ഇറങ്ങി ഓടാനും പറ്റും. പ്ലീസ് ക്ലച്ച് ചവിട്ടട്ടെ. പക്ഷെ വണ്ടി ന്യൂട്രാണ് നോക്കി. ഓക്കെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഹാൻഡ് ബ്രേക്ക് താത്ത്. ചെരുപ്പൂര നന്നായിരിക്കും. ചെരുപ്പൂരി അവിടെ ഇടണ്ട, ചെരുപ്പൂരുണ്ട. ഓക്കെ നെക്സ്റ്റ് ക്ലച്ച് ചവിട്ടും. ക്ലച്ച് ചവിട്ടിയോ? എന്നാ ഞാൻ ഇറങ്ങി വീട്ടിൽ പോകാം. ഗിയറിലിട്, ഫസ്റ്റ് ഇടും. ഓക്കെ ആക്സിഡന്റ് കാലോ ക്ലച്ച് റിലീസ് ചെയ്യുന്നതോട് കൂടി, ക്ലച്ച് റിലീസ് ചെയ്യാറുണ്ട് ഈ വണ്ടിയുടെ പ്രത്യേകത. ക്ലച്ച് ഏറ്റവും മേലെ കിടക്കുന്നത്, മേലെ എത്തുന്നതോട് കൂടിയിട്ട് ആക്സിലേറ്റർ റേസ് ചെയ്യാം. ഓക്കെ അത് ആക്സിഡന്റ് ആണ് മോനെ. മാറടാ സ്റ്റാർട്ട് ചെയ്യട്ടെ. സോറി. ഫസ്റ്റ് കിട് ആക്സിലേറ്റർ കൊടുക്കും. എടുക്കുമ്പോ തന്നെ കൊടുക്കണം അല്ലേ? പിന്നെ അല്ലാതെ വെറുതെ ന്യൂട്രൽ ന്യൂട്രൽ അല്ലെന്ന് എന്നോടോ. ക്ലച്ച് ചവിട്ടുക, ഗിയർ ഫസ്റ്റ് സ്വിഫ്റ്റ്. ഈ സ്വിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബലം പിടിക്കരുത്. അതായത് ഒരിക്കലും നമ്മൾ ഗിയറുമ്പോൾ ബലം പിടിക്കരുത്, ഈ സാധനത്ത് ബലം പിടിക്കരുത്. ക്ലച്ച് ചവിട്ടണേ. കണ്ടോ ക്ലച്ച് ഫുള്ള് ചവിട്ടണില്ല, അതാണ് കരകര സൗണ്ട്. മിക്കവാറും വണ്ടി ഞാൻ നാളെ ആക്രി കടയിൽ കൊടുക്കുന്നുണ്ട്. ക്ലച്ച് ചവിട്ടിട്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ആക്രി എടുക്കണ ഏട്ടനെ വിളിച്ചിട്ട് വണ്ടിന്റെ വില എത്ര ചോദിക്കട്ടെ. ക്ലച്ച് എടുക്കണ ക്ലച്ച് നീ എടുക്കും. ഈ പോക്ക് പോണ നീ ക്ലച്ച് മാത്രല്ല ഗിയറും ലിവറും പ്ലീസ്. ഫസ്റ്റില് ന്യൂട്രാക്ക. നീ ന്യൂട്രാക്കണ്ട, നീ ന്യൂട്രാക്കിയത് കൈ പോരും. മാറടി. ഓക്കെ ആണോ? വേറെ സ്ക്രാപ്പ് കിട്ടി. പൊളി മാർക്കറ്റിൽ വണ്ടി പൊളിച്ചെടുക്കാണ്ടേ അവിടെ ചെന്ന് അവർക്ക് പണി ഉണ്ടാക്കണ്ടല്ലോ. ഗിയർ ഫസ്റ്റ് കിട്ടും. ഓക്കെ ആക്സിലേറ്റർ മൂവ് ചെയ്യും. ആക്സിലേറ്റർ കൊടുക്ക്, കുറച്ച് കൊടുത്താ. ക്ലച്ച് വിടല്ലേ? ക്ലച്ച് വിടാതെ കൊടുക്കണം. ഓക്കെ പ്ലീസ്. ആഞ്ജനേയ സ്വാമി, ഞാൻ പറയണ മുമ്പ് നീ എന്തിനാണ് വണ്ടി എടുക്കണത്? ഓക്കെ ന്യൂട്രല്ലേ, ആൾക്കാര് കേൾക്കും. ഒന്ന് ചേച്ചി ഒന്ന് കുഴിച്ചോണ്ടും. പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഒരു കണ്ടെയ്നർ എണ്ണ വേണം. പിന്നെ ക്ലച്ച് ചവിട്ടി പിടി, ഗിയർ ഷിഫ്റ്റ് ചെയ്യും. ഫസ്റ്റ് ക്ലച്ച് വന്ന് കാലെടുക്കല്ലേ, ആക്സിലേറ്റർ കൊടുക്ക്, കുറച്ച് മൂവ് ചെയ്യും. കുരിപ്പാടെ ചത്തു അവിടെ. ആക്സിലേറ്റർ കുറച്ച് കൊടുക്ക്, കൊടുക്കങ്ങട്, അത് വേദനിക്കൂല. ക്ലച്ച് വന്ന് കാലെടുക്ക്. അതന്നെ ചത്തിട്ടില്ല ഗൈസ്, ഇവിടെ ഉണ്ട് ഗൈസ്, ഞങ്ങൾ ചത്തിട്ടില്ല, ഇവിടെ ഉണ്ട്. വണ്ടി എടുക്ക്, ആക്സിലേറ്റർ മൂവ് ചെയ്യും. ആക്സിലേറ്റർ മൂവ് ചെയ്യും. എങ്ങോട്ടേ അങ്ങനെ ഒന്നായിട്ട് ഒടിച്ച് ആക്സിലേറ്റർ കൊടുത്ത വണ്ടി പോട്ടോ തോന്നുന്നു പോലെ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കും, ഉള്ളിൽ കൂടെ ചാര് ആക്സിലേറ്റർ കൊടുക്ക്. ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ട്, കൊടുക്കങ്ങട്.
ഇനി നേരെ ആക്സിഡന്റ് വന്ന് വിട്ട് ക്ലച്ച് ഓടിക്കാം. ഈ ഒരു സെക്കൻഡ് കിട്ടും. വേട് നിങ്ങൾക്ക് ആക്സിഡന്റ് കൊടുക്കും. ക്ലച്ച് ചവിട്ടിപ്പിടി, ക്ലച്ച് ചവിട്ടിപ്പിടി. സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് കിട്ടും. ക്ലച്ച് റിലീസ് ചെയ്യുന്നതോട് കൂടി ആക്സിലേറ്റർ നല്ലോണം കൊടുത്താൽ ആക്സിലേറ്റർ കൊടുത്തിട്ട് ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്താൽ മതി. അതെന്താ പറ്റുന്നത്? അതെന്താ ഓഫ് ആവുന്നതിന്റെ കാരണം എനിക്ക് അറിയണില്ല. ആക്സിലേറ്റർ കൊടുത്ത് പിടിക്കുക. അങ്ങനെ ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യാൻ പാടുള്ളൂ. ക്ലച്ച് ഒന്നായിട്ട് വിടരുത്. ഒന്നും ചെയ്യണ്ട. ക്ലച്ച് ചവിട്ടി പിടി. സ്റ്റാർട്ട് ചെയ്യും. ആക്സിലേറ്റർ കൊടുത്ത് ചീറിക്കാണ് ആക്സിലേറ്റർ കൊടുക്കുക. ക്ലച്ച് നല്ല വിട്ടാ ഉണ്ടോ? ഓക്കെ, ഒന്ന് മൂവ് ആക്ക്. സെക്കൻഡ് കിട്ടും. മൊത്തത്തിൽ പോകുന്നില്ല. ഞാൻ പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് കിട്ടി. ക്ലച്ച് ചവിട്ടിയിട്ട് ഫുള്ള് ചവിട്ട്. ആക്സിലേറ്റർ മൂവ് ആക്ക്. അതൊക്കെ അത്ര വേണ്ട. ആ ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്താൽ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിൽ താഴത്ത് കൂടെ കൊണ്ടുപോയിട്ട് ആ വൈഡാക്കിയിട്ടല്ലോ. ആ വേണ്ട. ആക്സിഡന്റ് കൊടുത്താലേ വണ്ടി പോവുള്ളൂ. ഒന്നായിട്ട് പോയിട്ടാണ് ഇതാവൂല. ആ അതന്നെ ആ പറഞ്ഞത്, കുട്ടി പറഞ്ഞത്. ഇനി കൊടുക്ക്, ആക്സിഡന്റ് കൊടുക്ക്. ഇനി ക്ലച്ച് ആക്സിഡന്റ് വന്ന് കാലെടുത്തിട്ട് ക്ലച്ച് ചവിട്ടി അപ്പം തന്നെ സെക്കൻഡ് ഇട്ടാ. സെക്കൻഡാണ് ഫോർത്തേക്ക് ഇട്ടത്. അങ്ങനെ ഇട്ടരുത്. ചവിട്ടി ബ്രേക്ക് ചവിട്ടി ക്ലച്ച് ചവിട്ടി പിടി. ബ്രേക്ക് ഔട്ട്. സെക്കൻഡിക്കാണ് ഇടേണ്ടത്. ഒരിക്കലും ഫോർത്തേക്ക് ഡയറക്റ്റ് ഇടരുത്. ഫോർത്തേക്ക് ഇടാനാല് ബ്രേക്ക് ചവിട്ടിപ്പിടി. വണ്ടിയാണ് മൂവ് ആണ് ബാക്കിൽ ഇപ്പോൾ വണ്ടി ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ? ആ മൂവ്. ഈ അരു ചാരിയിടുക, അതാണ് സെക്കൻഡ്. Why you tensed me? ഉണ്ടെങ്കിൽ കാണാം. ബായ് ഗൈസ്. അടുത്ത ആഴ്ച ഉണ്ടെങ്കിൽ കാണാം. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ. വൈഫ് വണ്ടി ഓടിക്കണം ഗൈസ്. അടുത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി. ഇനി പിന്നെ കാണാം. ആ ഫുള്ള് കൊടുക്കുന്നുണ്ട്. മൂവ് ചെയ്യ്. ആക്സിലേറ്റർ മൂവ് ചെയ്യുന്നുണ്ട്. എടി പൊട്ടത്തി, ഈ അരിക്ക് ചാരി എടുത്താലും നിനക്ക് വൈഡായിട്ട് ഗ്രൗണ്ട് ഓടിക്കാൻ പറ്റുള്ളൂ. ആ അങ്ങനെ പതുക്കെ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് ആ യെസ് പോട്ടെ. ബ്രേക്കുമ്പോ കാലേക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ കൺജസ്റ്റഡ് ഏരിയ അല്ലേ. ആക്സിലേറ്റർ ഇടത്തെ കാലോണ്ട് ബ്രേക്ക് ഔട്ട് ഉണ്ടോ? പന്നി നിർത്ത വണ്ടി. കള്ള പന്നി. ബ്രേക്ക് ഔട്ട് പറഞ്ഞത് ഇടത്തെ കാലോണ്ട് ബ്രേക്ക് ഔട്ടിന് ആരടി? അച്ചക്കുട്ടി പേടിക്കണ്ട. ഇനി എന്താ കാട്ടണ്ടേ? അച്ചക്കുട്ടി വല്ല ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചോ? ഒന്നും കാട്ടണ്ട, ഇറങ്ങിപ്പോ. ഓക്കെ, ഞാൻ അവിടെ വണ്ടി സൈഡാക്കാം. മോള് പേടിച്ചു ഗീത്തു. ഇനിയിപ്പോ ഞാൻ എന്താ കാട്ടണ്ടേ? നീ കാറ്റ് കൊടുത്തോളം ഇങ്ങോട്ടല്ല അങ്ങോട്ട്. വണ്ടി ന്യൂട്രലാണ്. എവിടെങ്കിലും ആട്ടെ വണ്ടി. ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് കിട്ടു. ആക്സിലേറ്റർ പതുക്കെ കൊടുത്തു. ക്ലച്ച് വിട്ടു. ആ വണ്ടി മൂവായി. അങ്ങനെ പോവും. അങ്ങനെ പോയിട്ട് ഇടത്തെ കാലോണ്ട് എങ്ങനെ ബ്രേക്ക് ഔട്ട് പൊട്ടത്തി? ആ പിന്നെ അടുത്ത കാലോണ്ട് ആ ബ്രേക്ക് ഔട്ട്. വലത്തെ കാലോണ്ടല്ലേ ബ്രേക്ക് ഔട്ട്. വണ്ടി മൂവ് ചെയ്യും. ആ മൂവാണ്ടോ? ആ എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടി മൂവാക്ക്. എന്നിട്ട് ആ കുറ്റി ഇടിച്ച് തെറിപ്പിക്കും. അതെ ആ കുറച്ചുകൂടി പോയ വണ്ടി പൊളിഞ്ഞെടുക്കും. മൂവാക്കിയിട്ട് ഈ അരിക്ക് ചാരി വണ്ടി സെക്കൻഡ് കിട്ടും. ആക്സിഡന്റ് കൊടുക്കങ്ങോട്ട് കൊടുത്തോ. ആ പതുക്കെ അങ്ങനെ പോയിക്കോ. പതുക്കെ അതിന് ആക്സിഡന്റ് സെക്കൻഡ് കിട്ടി എഴുതിയിട്ട്
100 സ്പീഡ് പോകണം നിർബന്ധമല്ല. നിന്നെ കാമല്ല, നിന്നെ ഞാൻ കോമയൊക്കെ ഞാൻ മിണ്ടാതിരുന്ന നീ. ഈ ഒരു വട്ടം നാരങ്ങ ചെത്തി തിന്നാട്ടല്ലാതെ എന്തെങ്കിലും നിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ? ആഞ്ജനേയ സ്വാമി. ആ സൈക്കിളിൽ വരുന്ന ചെക്കണ്ടല്ലോ, ഇടിച്ചു തെറിപ്പിക്കുക. അവന് കുറച്ച് അഹങ്കാരം കൊടുത്ത അവൻ പേടിച്ച ആ ബാത്റൂമിന്റെ ബാഗ് കൂടെ പോയിന് ഇറക്കല്ലേ വരുന്നത്, പിന്നെ എങ്ങനെയാ കൊടുക്കുക? ഇറക്ക് ഇങ്ങോട്ട് വരില്ല, ഇറക്കത്തിന് നമ്മൾ അങ്ങോട്ട് ചെല്ലണം, മനസ്സിലായോ? തേടിക്കിടണം, ഇത് കഴിഞ്ഞാൽ തേടിക്കിടണം. അമ്മയല്ല, നീ ഇടണം. ആക്സിഡന്റ് കൊടുക്ക് കുതിര, കരിയും കുതിര. ആക്സിഡന്റ് കൊടുക്ക്, ക്ലച്ച് ചവിട്ടി തേടിക്കടി. നീ ചവിട്ടാ, പിന്നെ അച്ചാന്ന് ചവിട്ടാ. കൊടുക്കടി, നിനക്ക് തേടിക്കണമെന്ന് വെച്ചില്ലെങ്കിൽ ഇറങ്ങി പോടി പട്ടി. എടി തേടിക്കടി, വണ്ടി ഇടിക്കും. എന്തിനാ കള്ള കാഫറെ തേടിക്കിടാൻ ബ്രേക്ക് ഔട്ട്? ഓ, ഇവിടെ 5 വെച്ചിക്കണോ? തേടിക്ക് എങ്ങനെ ഇടാന്നോ? പഞ്ചായത്ത് പോയിട്ട് ഒരു ഇത് കിട്ടും, ഫോം കിട്ടും. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാല് അവിടെ വില്ലേജ് ഓഫീസർ ഉണ്ട്. വില്ലേജ് ഓഫീസർ അറ്റസ്റ്റ് കഴിഞ്ഞാല് തേടിക്കിട. അങ്ങനെയാണ് സാധാരണ എല്ലാരും തേടിക്കല്. ഇതാണ് തേട്. ഇവിടെ 3 എഴുതിയിട്ടില്ലേ? അപ്പൊ ഗൈസ്, ഇന്ന് വണ്ടി പഠിച്ച് ശരിയായിട്ടുണ്ട്. വണ്ടി പഠിച്ച് ഞാൻ ശരിയായിട്ടുണ്ട്. ഞാൻ ഒരു ബൈക്കായിട്ടുണ്ട്. അല്ലട്ടോ, ഇവള് പഠിക്കും. 2024 ജൂലൈ മാസമാണ്. അടുത്ത കൊല്ലം 2025 ജൂലൈ ആവുന്നതോടുകൂടി ഞങ്ങള് ഫസ്റ്റ് കിറ്റ് എടുക്കും. അതുവരെ എല്ലാവർക്കും ഞാൻ തേർഡ് കിട്ടത് 50-ായി. ഒറ്റ പ്രശ്നമുള്ളൂ, ആക്സിഡന്റ് കൊടുക്കുന്നതിന് പകരം ബ്രേക്ക് ചവിട്ടി തേർഡ് കിട്ടുന്നത് 50-ായി. ഈ 2 കാരണമുള്ളൂ. അല്ലെങ്കിൽ ഏത് ഊരിക്കൊണ്ടാണ്? സീറ്റ് ബെൽറ്റിന്റെ സുന പോലും അറിയാത്ത നീ ഒരു ഡ്രൈവറാണോ? ഇറങ്ങ് പുറത്ത്, കടക്ക്. നീ വീട്ടിലേക്ക് എടുക്കും, നീ തെക്കോട്ട് എടുക്കുമെന്ന് പടച്ചപ്പനാ അറിയാം. ഞങ്ങൾ എന്തിനാ ഇറങ്ങണേ? ഞങ്ങൾക്ക് ഇങ്ങനെ ചാടാലോ. ചിരിക്കണ. നീ ശ്രദ്ധിച്ചോ എങ്ങനെയാണ് വണ്ടി എടുക്കാൻ ശ്രദ്ധിച്ചോ. കൈ എടുക്ക്. ഒരു വണ്ടി കയറി ആദ്യം ഡോർ അടയ്ക്കണം. ഓക്കെ, ബ്രേക്ക് ചവിട്ടുക. പറയട്ടെ, ഫസ്റ്റ് നമ്മൾ വണ്ടി കയറി കഴിഞ്ഞാല് ബ്രേക്കിൽ കാല് വെക്കുക. ബ്രേക്കിൽ കാല് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വണ്ടി ഹാൻഡ് ബ്രേക്ക് ആണെങ്കിൽ നമ്മൾ ബ്രേക്കിൽ കാല് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാം? സീറ്റ് ബെൽറ്റ് ഇടാം. സീറ്റ് ബെൽറ്റ് ക്ലിക്ക് ആയതിനു ശേഷം നമ്മൾ വയറിന്റെ അവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ, അത് കറക്റ്റ് ആണോ? നമ്മൾ ഐസൈറ്റ്, അതുപോലെ ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ, ഹെഡ് റൂം കാര്യങ്ങൾ, നമ്മുടെ ലെഗ് റൂം, അതായത് നമ്മുടെ കാലൊക്കെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ നോക്കണം. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? വണ്ടി ക്ലച്ച് ചവിട്ടി ന്യൂട്രലാക്കണം. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഒന്ന് കാലെടുക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വണ്ടീൻ്റെ RPM കയറിയിടണം. ഒരു സൗണ്ട് വരും, RPM കയറിയിടണം. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഡയറക്റ്റ് വണ്ടിയിൽ കയറി ചാവിട്ട് അത് നീ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇതന്നെ പഠിക്കാത്ത നീ എങ്ങനെ അത് പഠിക്കണം? എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്കിൽ കാലിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റിലിടുക, ഹാൻഡ് ബ്രേക്ക് താത്തുക. ആക്സിലേറ്റർ ക്ലച്ച് വന്ന് കാലെടുക്കുന്നതോട് കൂടി നമ്മൾ അത് കഴിയുന്നതോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആക്സിലേറ്റർ മൂവ് ചെയ്യണം. ആക്സിലേറ്റർ മൂവ് ചെയ്ത് വണ്ടി കുറച്ച് മൂവ് ആവുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. അതായത് വണ്ടിക്ക് ഒരു മുട്ടനുണ്ടാവും വലി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗിയർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ അത് നമുക്ക് ഓട്ടോമാറ്റിക് മനസ്സിലാവേണ്ടതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കൺജസ്റ്റഡ് ഏരിയയിലൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഈ വീട്ടിലേക്ക് കയറ്റണം. ഒന്നായിട്ട് തിരിയില്ല. അപ്പം എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിയർ ഇടുക, ന്യൂട്രൽ ഇടുക, കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ഔട്ട് ഫസ്റ്റ് ഇടുക. ഈ ഇറക്കത്തിലാണ് വണ്ടി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ക്ലച്ച് എടുക്കുന്നതോട് കൂടി എന്ത് ചെയ്യണം? ആക്സിഡന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താവും? വണ്ടി ബാക്ക് ഇറങ്ങി പോയിട്ട് ആരെങ്കിലും നെഞ്ചത് കയറും. അപ്പോൾ ഗൈസ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മൈൻഡപ്പ് ചെയ്യാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല ഗൈസ്. ഞാൻ പോയിട്ട് 2 കുപ്പി വെള്ളം കുടിക്കട്ടെ. ബൈ, സീ യു. ടാറ്റാ.